ESI പരിധി നിശ്ചയിക്കുന്നതിലുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നിലവിൽ വന്നിട്ടുള്ള രൂപരേഖയും പാകപ്പിഴകളും ആശങ്കകളും യോഗം ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ ഭേദഗതി നിശ്ചയിച്ച് നൽകുവാൻ സബ് കമ്മിറ്റിക്ക് രൂപവും നൽകി. ESI പരിധി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കുവാൻ 5 ദിവസത്തെ സാവകാശമാണ് പഞ്ചായത്തുകൾക്ക് സമയപരിധി അനുവദിച്ചിട്ടുള്ളത്. ഇതിനകം ഭേദഗതികളുണ്ടെങ്കിൽ അവ ഏതെന്ന വിവരം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. നിലവിൽ വന്നിട്ടുള്ള രൂപരേഖയും പാകപ്പിഴകളും ആശങ്കയും യോഗം ചർച്ച ചെയ്തു. ഈ പഞ്ചായത്തിലെ 21 അംഗങ്ങൾ കാര്യം പഞ്ചായത്തിനകത്ത് പ്രതികരിക്കുന്നതാണെങ്കിൽ ആ 21 അംഗങ്ങൾ നോക്കിയാൽ മാത്രം തീരാത്തൊരു പ്രശ്നമെന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻകൈയും മറ്റ് സാംസ്കാരിക സംഘടനകളുടെയും ആളുകളുടെയും എല്ലാം പിന്തുണയും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധി മറികടക്കാൻ പറ്റും. ഭേദഗതി നിശ്ചയിച്ചു നൽകുവാൻ സർവകക്ഷി യോഗം സബ് കമ്മിറ്റിക്ക് രൂപം നൽകി. സബ് കമ്മിറ്റി മേഖല തിരിച്ച് രൂപരേഖ വിശകലനം ചെയ്ത ശേഷം ഭേദഗതി സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തും. അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് പരിധിയിൽ വരുത്തേണ്ടുന്ന ഭേദഗതികൾ സംബന്ധിച്ച് വിവരം ജില്ലാ ഭരണകൂടത്തിന് കൈമാറും. അടിമാലിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.